ചെറിയച്ഛൻ പറഞ്ഞത് കുറച്ച് കടുത്തു പോയല്ലേ? ഞാനത് ഓർത്തു. അത്രയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. സഹദേവൻ ചെറിയച്ഛൻ വെറുതെ പറയുന്നതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പാവം പൂർണിമ ചേച്ചി, ചേച്ചിക്ക് സങ്കടമായി കാണും. നമുക്കൊന്ന് ചെന്ന് ചേച്ചിയോട് സംസാരിച്ചാലോ? ആ, അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എന്നാ വാ, ഇപ്പൊ തന്നെ ചെല്ലാം. ചേച്ചി, എന്താ രണ്ടുപേരും കൂടി? ചെറിയച്ഛൻ പറഞ്ഞ കാര്യങ്ങള് ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തിന്? അതൊക്കെ നിങ്ങക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, പുറമേ കാണിക്കുന്നില്ലെങ്കിലും ചേച്ചിയുടെ മനസ്സിൽ സഞ്ജയേട്ടനോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളുടെ വെറും തോന്നലാ. ഒരിക്കൽ വേണ്ടാന്ന് വെച്ചത് ഇനി ഒരിക്കലും വേണ്ടാന്ന് തന്നെയാ അതിന്റെ അർത്ഥം. അങ്ങനെ എളുപ്പം എടുത്തു മാറ്റാൻ പറ്റുന്ന ഒന്നല്ലല്ലോ അത്. ചെറിയച്ഛൻ പറഞ്ഞതൊന്നും ഒരിക്കലും ശരിയായില്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് എന്ത് വേണേലും ചെയ്യാം. എന്റെ മനസ്സിലിപ്പോ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതെന്റെ മോളാ, എന്റെ ധ്വനി. അവൾക്ക് ദോഷം വരുന്നതൊന്നും ആരും ചെയ്യാൻ പാടില്ല. മറ്റൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ദുർഗെ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. മറ്റാരേക്കാളും നന്നായി സഞ്ജയ് പൂർണിമയ്ക്ക് അറിയാം. ചേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലുമില്ല. പൂർണിമയുടെ മനസ്സിൽ സഞ്ജയ്ക്കുള്ള സ്ഥാനം എനിക്കറിയാം. സഞ്ജയ് നല്ല മനുഷ്യനാ. അവനൊരു തെറ്റും ചെയ്യില്ല. പിന്നെ ഒരു പ്രശ്നമുള്ളത് അവന്റെ സ്വഭാവ. മുമ്പും ബിമ്പും നോക്കാതെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്ന ആ എടുത്തുചാട്ടം, അതാ അവർക്കിടയിലുള്ള പ്രശ്നവും. ഇത്രയൊക്കെയായ സ്ഥിതിക്ക് ഇനി അങ്ങനെ ചേട്ടൻ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. അവൻ എന്തിനേക്കാൾ കൂടുതൽ അവന്റെ ജോലി സ്നേഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എടുത്തു ചാടി ചെയ്യുന്ന പല കാര്യങ്ങളും കൂടെയുള്ളവരെ അപകടത്തിലാക്കും. അതൊക്കെ മാറിയിട്ടുണ്ടാവും. അക്കാര്യം പൂർണിമ ചേച്ചിക്ക് ബോധ്യപ്പെട്ടാ അവർക്കിടയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചേനല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശരിയാകും. അധികം താമസിയാതെ അവരെ ഒന്നാകും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.